ഇന്നത്തെ നമ്മുടെ യാത്രാ വീഡിയോ അട്ടപ്പാടിയിലേക്കാണ്. അട്ടപ്പാടിയിൽ പ്രത്യേകിച്ച് കാണാനായിട്ട് ഒന്നുമില്ല, പക്ഷേ ഒരുപാട് പ്ലേസസ് ഉണ്ട്. ഇതിൽ കൂടുതലും ഹിഡൻ ആയിട്ടുള്ള പ്ലേസസ് തന്നെയാണ് കേട്ടോ. ഒരുപാട് മനോഹരമായ വ്യൂ പോയിൻറ്റ്സും വാട്ടർഫാൾസും ഒക്കെ ഉള്ള സ്ഥലമാണ് അട്ടപ്പാടി. മണ്ണാർക്കാട്ടിൽ നിന്ന് 7 കിലോമീറ്റർ കഴിഞ്ഞാൽ അട്ടപ്പാടി അങ്ങ് തുടങ്ങും. നമ്മൾ പോകുന്ന ഈ റൂട്ടിലൊന്നും നമുക്ക് എവിടെയും അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലം കാണാൻ പറ്റില്ല. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി താലൂക്കിൽ അഗളി, ഷോളയൂർ, പുത്തൂർ ഗ്രാമപഞ്ചായത്തുകളെ ചേർത്ത് വിളിക്കുന്ന ഒരു പേരാണ് ഈ അട്ടപ്പാടി. അയ്യപ്പനും കോശിയും വെള്ളിത്തിര എന്നീ സിനിമകൾ വന്നതിന് ശേഷമാണ് അട്ടപ്പാടി എന്ന സ്ഥലം ഇത്രത്തോളം ഫേമസ് ആയത്. ഇതാണ് അട്ടപ്പാടി വ്യൂ പോയിൻറ്റ്സ്. ഈ റൂട്ടിൽ ഈ സ്ഥലത്തോ നിങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലേ. ഈ വ്യൂ പോയിൻറ്റ്സിൻ്റെ ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. ഒരു കൊടും വളവ്, പ്രൈവറ്റ് വാഹനങ്ങൾ ഒരുപാട് നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. അതുപോലെ തന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനും പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഈ വളവിലൂടെ KSRTC ബസ് വരുന്നതിൻ്റെ ഒരുപാട് റീൽസും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. അത്രയ്ക്കും മനോഹരമായ വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങളും KSRTC നോക്കിക്കുക, അതാ കയറി വരുന്നു. അപ്പം നമുക്ക് ഒരു KSRTC റീൽ അങ്ങോട്ട് കാച്ചിയാലോ. അട്ടപ്പാടി വന്നാൽ ഈ 10ാം വളവിൽ ഇറങ്ങും. അതുപോലെ തന്നെ ഈ KSRTC പോകുന്ന ഒരു റീലും എടുക്കും. മിക്ക യാത്രികരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത്, റീൽസിലൂടെ വൈറലായി മാറിയ എമത്ത് അട്ടപ്പാടി എന്താണെന്നറിയാമോ? കൂടുതൽ ചിന്തിക്കേണ്ട, നമ്മുടെ അട്ടപ്പാടി എന്നാണ്. അട്ടപ്പാടി ചുരത്തിലെ പാറകളും മതിലുകളും എല്ലാം ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ലൈഫ് ആൻഡ് കൾച്ചറൽ ചിത്രീകരിക്കുന്ന മനോഹരമായ കലാസൃഷ്ടികളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഐ വിൽ നോട്ട് ഡെസ്ട്രോയ് മൈ നേച്ചർ. ഞാൻ എൻ്റെ പ്രകൃതിയെ നശിപ്പിക്കില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ കലാകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ ഒരു കാഴ്ച കണ്ടത്. ഒരു കുരങ്ങച്ചൻ്റെ വാല് പകുതിന്ന് മുറിഞ്ഞു പോയിരിക്കുന്നു. പണ്ടത്തെ പാഠപുസ്തകങ്ങളിലും മഞ്ചാടിയിലുമൊക്കെ ഈ കുരങ്ങൻ്റെ വാല് മുറിഞ്ഞ കഥ നമ്മൾ കേട്ടിട്ടില്ലേ, അതൊക്കെ ഓർമ്മ വന്നു. അത് ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത KSRTCയുടെ വരവ്. അതും വളവ് തിരിഞ്ഞ് അങ്ങനെ പോകുന്നതും നോക്കി നിന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫ് എൻജോയ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഈ അട്ടപ്പാടി. ഇതൊക്കെ അട്ടപ്പാടിയിൽ തന്നെ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്പീഷീസാണ്. അതുപോലെ തന്നെ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം കാണുന്ന മഹാബലി തവളയും ഈ കൂട്ടത്തിലുണ്ട്. അട്ടപ്പാടിയുടെ ഗോത്ര ജീവിതം, കല, കൃഷി, സംസ്കാരം എന്നിവയും ഈ കലാസൃഷ്ടിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മല്ലീശ്വരമുടി, അതുപോലെ തന്നെ 3 തരം ഗോത്രവർഗക്കാർ, അതിലൊരു ഗോത്രത്തിൻ്റെ ഭാഷയാണ് ഈ എമുത്ത് അട്ടപ്പാടി എന്നുള്ളത്, അതായത് എൻ്റെ അട്ടപ്പാടി. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് ഇതിലൂടെ കാണിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സഞ്ചാരികൾക്ക് സൗമ്യവും എന്നാൽ ശക്തവുമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദൃശ്യങ്ങൾ. വിനോദസഞ്ചാരികളും വ്യാപാരികളും പാസ് റോഡിൻ്റെ ഇരുവശങ്ങളിലും മാലിന്യം തള്ളുന്നു. ഇത് ഒഴിവാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കണം. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലീനിങ് ഡ്രൈവ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാതയുടെ സൗന്ദര്യവൽക്കരണത്തിലൂടെ ഈ മാലിന്യം തള്ളുന്നവർക്ക് ഒരു സന്ദേശം. അപ്പോൾ ഞങ്ങളുടെ അട്ടപ്പാടി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഈ ചൂടിന് തണുപ്പേകാൻ ഓരോ ഐസ്ക്രീം ആവാലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.